ഇനി ദേവരഥ സംഗമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ രഥസംഗമവും ഇന്നത്തെ അവിടുത്തെ മറ്റ് ചടങ്ങുകളും എങ്ങനെയാണ്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ കലാപരിപാടികൾ, സംഗീത പരിപാടികൾ പ്രത്യേകിച്ച് തന്നെ കൽപ്പാത്തി പല കാര്യങ്ങൾ, പല മേഖലകളിൽ വലിയ പ്രാവീണ്യമുള്ള മനുഷ്യരുടെ ഒരിടം കൂടിയാണ്. സംഗീതത്തിൽ, ഒപ്പം വേദത്തിൽ, മുമ്പ് പറഞ്ഞ പോലെ സംഗീത വാദ്യോപകരണങ്ങളിൽ, പാചകത്തിൽ, ഭക്ഷണത്തിലൊക്കെ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പൈതൃക സമ്പന്നമായ ഇടം കൂടിയാണല്ലോ കൽപ്പാത്തി. തീർച്ചയായിട്ടും ഗോകുൽ, ഇപ്പോൾ ഇതാ മറ്റൊരു, അതായത് നമ്മുടെ ഈ പ്രധാന ക്ഷേത്രത്തിന് മുന്നിൽ ഉത്സവനാഥനായിരുന്ന വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിൽ രാവിലെ മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന മന്ദക്കര ക്ഷേത്രത്തിന്റെ രഥം ഇപ്പോൾ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രഥം കൂടി മടങ്ങിപ്പോകുന്നതോട് കൂടിയിട്ട് മറ്റൊരു സൂചന കൂടിയാണ് ഈ തെരുവ് നൽകുന്നത്, ഈ അഗ്രഹാര വീഥി നൽകുന്നത്. കാരണം ഇനിയിപ്പോൾ രഥസംഗമത്തിന്റെ വരവാണ്. അല്പസമയത്തിനകം തന്നെ ആ 5 രഥങ്ങൾ ഒരുമിച്ച് അഭിമുഖമായി ഈ ഉത്സവനാഥനായ വിശാലാക്ഷി സമേത വിശ്വനാഥന്റെ മുന്നിൽ അണിനിരക്കുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ താളത്തിന് വെച്ച് ഇപ്പോൾ ഈ ചെണ്ടവാദ്യത്തിന് താളം വെച്ചുകൊണ്ട് ആളുകൾ ഒരു ആഘോഷമാക്കിക്കൊണ്ട് ഈ വൈകുന്നേരത്തെ ഈ ത്രിസന്ധിയെ നോക്കിക്കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം 2 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള രഥപ്രയാണമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. പ്രധാനമായും ചാത്തപുരം ക്ഷേത്രം, പഴയ കൽപ്പാത്തി ക്ഷേത്രം, ഈ 2 ക്ഷേത്രങ്ങളിലെയും വൈകുന്നേരത്തെ രഥോത്സവം, അതായത് രഥത്തിന്റെ ആനയിപ്പും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അത് അല്പസമയത്തിനകം തന്നെ ഇനി നമ്മുടെ പ്രധാന ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിച്ചേരും. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിച്ചേരും. അപ്പോഴാണ് ഈ രഥസംഗമം നടക്കുന്നത്, ദേവരഥ സംഗമം നടക്കുന്നത്. ദേവതകളെയും കൊണ്ട് അനുഗമിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന രഥങ്ങളുടെ സംഗമം നടക്കുന്നത്. അപ്പോഴാണ് ആ മനോഹര കാഴ്ച നേരിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് 10,000-കണക്കിന് ജനങ്ങൾ ഈ ചെറിയ ഇടത്തിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പരിമിതികൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുമുള്ള പ്രസക്തിയുമില്ല. ഇവിടെ പരിമിതികളൊക്കെ സാധ്യതകളായി മാറുകയാണ്. ഇവിടെ വളരെ ഇടുങ്ങിയ സ്ഥലമേ ഉള്ളൂ. ഇവിടേക്ക് വാഹനങ്ങൾക്ക് കടന്നു വരാൻ കഴിയില്ല. ഇവിടേക്ക് പ്രായമായ ആളുകൾക്ക് കടന്നു വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, തിരക്കുണ്ട്, നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഈ രഥോത്സവ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വെല്ലുവിളിയേ അല്ല. അവർ ആ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്തുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരാൻ തയ്യാറാണ്. കാരണം അവരുടെ മനസ്സിലുള്ള വികാരം എന്ന് പറയുന്നത് രഥോത്സവത്തിന്റെ മനോഹര കാഴ്ചകൾ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റു പ്രതിസന്ധികളൊക്കെ മറന്നുകൊണ്ട് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച ഒരു ചേച്ചി പറഞ്ഞു കേട്ട് സത്യത്തിൽ ഞാൻ വളരെ വൈകാരികമായി ചിന്തിച്ചു പോയി. കാരണം അവർ പറയുന്നത് 1000 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടേക്ക് വരുന്നതിന് മുൻപ്. പക്ഷെ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതായി. ഇവിടുത്തെ ഈ താളത്തിനൊപ്പം, ഈ ചെണ്ടവാദ്യത്തിന്റെ താളത്തിനൊപ്പം അലിഞ്ഞു ചേരാൻ തോന്നി. എനിക്ക് ഡാൻസ് ചെയ്യാൻ തോന്നി. എന്റെ എല്ലാ പ്രതിസന്ധികളും ഇല്ലാതാകുന്നത് പോലെ ഒരു നിമിഷം എനിക്ക് തോന്നി. ഇവിടേക്ക് വരാൻ പണം പോലും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ രൂപപ്പെട്ടു. എങ്ങനെയോ എനിക്ക് പണം കിട്ടി, എങ്ങനെയൊക്കെയോ ഞാൻ ഇവിടേക്ക് എത്തി. ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടേക്ക് വരാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭവം, വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരിക്കലെങ്കിലും കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമാകണം. സാധിക്കുമെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ എത്തി രഥോത്സവം നേരിട്ട് അനുഭവിക്കണം. കാരണം ഇത് വിശ്വാസത്തിനപ്പുറം ഒരു കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുന്നത് കൂടി, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായി എന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന പഴമയുടെ ഒരു നമുക്ക് ഈ രഥം വലിക്കുന്നതൊക്കെ അല്പം കൂടി ഭംഗിയായി കാണാൻ കേട്ടോ. ഒരു പക്ഷേ ഇനിയിപ്പോൾ അടുത്ത വർഷം മാത്രമേ നമുക്ക് ഈ കാഴ്ച ഒന്ന് കാണാൻ കഴിയൂ. അപ്പൊ ആ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവരൊക്കെ എത്ര ഭക്തിയാദര പൂർവ്വമാണ് ഇത് വലിക്കുന്നത്. അവസാനത്തെ തേരാണ്, അതായത് ഈ വർഷത്തെ അവസാനത്തെ തേര്. അതെ, ഞങ്ങളിവിടെ അയ്യപ്പുറാണ്, അടുത്തുള്ള ഗ്രാമമാണ്. എൻ്റെ അനിയൻ മരുമക്കളൊക്കെ വന്നിട്ട് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരാണ്. ഇത് വളരെ സന്തോഷമുള്ള ഒരു ഇതാണ്. 25 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ തന്നെ വന്നിരിക്കുന്നത്. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണല്ലേ? ഒരു വർഷത്തിന്റെ കാത്തിരിപ്പാണ്. ഈ ഒരു വർഷത്തിന് വേണ്ടി വീണ്ടും അടുത്ത വർഷം വരെ കാത്തിരിക്കണമല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.